അയ്യപ്പന്റെ തിരുവാഭരണവും ഭക്തർ നൽകിയ സ്വർണവും മോഷ്ടിച്ചവർക്ക് CPM സംരക്ഷണ കവചം ഒരുക്കുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണോ അതോ പിണറായി സർക്കാരിന്റെ തകർച്ചയുടെ തുടക്കമാണോ? ഈ ചോദ്യമാണ് ഇന്ന് കേരളത്തിലെ ഓരോ കവലകളിലും ഉയർന്നു കേൾക്കുന്നത്. ഭരണം ഉപയോഗിച്ച് എന്തിനേയും അടിച്ചമർത്താമെന്ന അഹങ്കാരത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കനത്ത പ്രഹരം നൽകിയിട്ടും അധികാരത്തിന്റെ തണലിൽ ക്രിമിനലുകളെ വെള്ളപൂശാനുള്ള CPMന്റെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരമായ ശബരിമലയെ കേവലം ഒരു വരുമാന മാർഗമായി മാത്രം കണ്ട പിണറായി സർക്കാരിന്റെ കാലത്താണ് ചരിത്രത്തിലില്ലാത്ത വിധം സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന ആസൂത്രിതമായ ഒരു കൊള്ളയാണെന്ന ആരോപണം ഇന്ന് ശക്തമായിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഈ വിവാദം കെട്ടടങ്ങുമെന്നായിരുന്നു CPM സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സ്വർണം മോഷ്ടിച്ച കൈകൾക്ക് പാർട്ടി അംഗത്വമുണ്ടെന്ന സത്യം പുറത്തു വന്നതോടെ പിണറായി വിജയനും MV ഗോവിന്ദനും ഉത്തരം മുട്ടിയിരിക്കുകയാണ്. പന്തളം മുനിസിപ്പാലിറ്റിയിലെ വിജയം കാട്ടി ശബരിമല വിവാദം അവസാനിച്ചു എന്ന് പ്രസംഗിക്കുന്ന ഗോവിന്ദൻ യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് കർശനമായ പാർട്ടി നടപടിയായിരുന്നു. എന്നാൽ MV ഗോവിന്ദൻ നൽകിയ മറുപടി ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും ഞെട്ടിക്കുന്നതാണ്. അച്ചടക്ക നടപടിയെടുത്താൽ മാധ്യമങ്ങൾ ആഘോഷിക്കില്ലേ എന്ന ഗോവിന്ദന്റെ ചോദ്യം അഴിമതിയേക്കാൾ വലിയ നാണക്കേടാണ്. മാധ്യമങ്ങളെ പേടിക്കുന്ന വിപ്ലവ പാർട്ടി, ക്രിമിനലുകളെ പുറത്താക്കിയാൽ മാധ്യമങ്ങൾ തലക്കെട്ട് നൽകുമെന്ന് ഭയക്കുന്ന പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ ക്രിമിനലുകൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾ എന്ത് കൊള്ള നടത്തിയാലും പാർട്ടി കൂടെ ഉണ്ടാകും എന്ന് തന്നെയല്ലേ? കുറ്റപത്രം വരട്ടെ എന്ന ന്യായീകരണം കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നിയമപരമായ സാങ്കേതികത്വം ആയുധമാക്കുന്ന CPM തങ്ങൾ ഗുണ്ടാ സംഘങ്ങളുടെ സംരക്ഷകരായി മാറിയെന്ന് പറയാതെ പറയുകയാണ്. CPM അവകാശപ്പെടുന്ന പോലെ അമിത ആത്മവിശ്വാസം കൊണ്ടല്ല അവർ തോറ്റത്, മറിച്ച് ജനങ്ങൾ അവർക്ക് നേരെ വാതിലുകൾ കൊട്ടിയടച്ചതുകൊണ്ടാണ്. ശബരിമല വിവാദം പുകഞ്ഞ വാർഡുകളിൽ ജനങ്ങൾ ചുവപ്പ് കൊടിയെ തിരസ്കരിച്ചു. BJPയുടെ ഹിന്ദുത്വ വർഗീയത എന്നും മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയത എന്നും പേരിട്ട് വിളിക്കുന്ന CPM യഥാർത്ഥത്തിൽ തങ്ങളുടെ അഴിമതി മറച്ചുവെക്കാൻ വർഗീയ കാടല്ലേ ഇറക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണക്കൊഴുപ്പ് നടത്തുമെന്ന് ആരോപിക്കുന്ന ഗോവിന്ദൻ കിറ്റും പെൻഷനും കാട്ടി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ച സ്വന്തം പാർട്ടിയുടെ പരാജയത്തെയാണ് പരോക്ഷമായി സമ്മതിക്കുന്നത്. ജനങ്ങൾ ബോധവാന്മാരാണെന്നും സ്വർണം കെട്ടവനെ പിടിക്കാൻ അവർക്കറിയാമെന്നും ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണ്. ഭരണം പരാജയപ്പെടുമ്പോൾ സമരം പ്രഖ്യാപിക്കുക എന്നത് CPMന്റെ പഴയ തന്ത്രമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തെരുവിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ചോരാതിരിക്കാനാണ്. ജനുവരി 12 സത്യാഗ്രഹം കേരളം സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്. ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ല. ഈ പരാജയത്തിന് കാരണം കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാൻ രാജ്ഭവന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് വെറും പ്രഹസനമാണ്. ഗൃഹസന്ദർശന പരിപാടി ജനുവരി 15 മുതൽ വീടുകൾ കയറാൻ തീരുമാനിച്ച നേതാക്കൾക്ക് ജനങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാനുള്ള ധൈര്യമുണ്ടോ? ശബരിമലയിലെ സ്വർണം എവിടെയെന്ന് ഓരോ വീട്ടമ്മമാരും ചോദിക്കുമ്പോൾ ഗോവിന്ദനും സംഘവും എന്ത് മറുപടിയാണ് നൽകുക? BJPയെയും UDFനെയും ഒക്കെ വർഗീയ പാർട്ടികളെ ചിത്രീകരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. എന്നാൽ SDPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും CPM പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ കേരളം ചർച്ച ചെയ്യുകയാണ്. മറ്റത്തൂരിലെ കൂറുമാറ്റം ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നവർ സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കാരെ പുറത്താക്കാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരമൊന്നും അവരുടെ പക്കലില്ല. പക്ഷേ എപ്പോഴും ന്യായീകരണ കമ്മിറ്റി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളെ കേന്ദ്രത്തിനെതിരെ അണിനിരത്തി സമരം ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊന്നല്ല, മറിച്ച് CPMന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. തൊഴിലുറപ്പ് അസംബ്ലി എന്ന പേരിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി ക്രമസമാധാനം തകർക്കാനാണ് അവരുടെ നീക്കം. തൊഴിലുറപ്പിന് പിന്നിലെ കേന്ദ്രം കൊണ്ടുവന്ന നല്ല മാറ്റങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം അതിന്റെ സാമ്പത്തിക തകർച്ചയാണ്. കിഫ്ബി വഴിയെടുത്ത കടങ്ങൾ കേരളത്തെ ഒരു വലിയ കടക്കെണിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. വികസനം എന്ന പേരിൽ പണം തട്ടുന്ന ഭരണകൂടം സ്വർണ്ണക്കടത്തിനും സ്വർണ്ണക്കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന ഗോവിന്ദന്റെ പരാതി സ്വന്തം കഴിവുകേടിനെ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം മാത്രമാണ് കാണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ട്രെയിലർ മാത്രമായിരുന്നു. മെയിൻ പിക്ചർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നതേയുള്ളൂ. പിന്നെ ഭക്തരുടെ പ്രതിഷേധം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഭക്തരുടെ മനസ്സിൽ ആറാത്ത മുറിവായി നിലനിൽക്കുന്നു. ഇത് വോട്ടായിട്ട് മാറുമ്പോൾ LDF വട്ടപൂജ്യമാക്കും. പിന്നെ യുവാക്കളുടെ രോഷം. പിൻവാതിൽ നിയമനങ്ങളും PSC തട്ടിപ്പുകളും വഴി യുവാക്കളെ വഞ്ചിച്ച സർക്കാരിന് പുതിയ തലമുറ എന്തായാലും മാപ്പ് നൽകില്ല. അഴിമതിയുടെ കുത്തരങ്ങ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ലൈഫ് മിഷൻ മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വരെ നീളുന്ന അഴിമതി പരമ്പരകൾ പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കും.
ഫെബ്രുവരിയിൽ നടത്തുന്ന 3 വാഹന പ്രചാരണ ജാഥകൾ കേരളത്തെ വീണ്ടും വർഗീയമായി വിഭജിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മതനിരപേക്ഷ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇറങ്ങുന്നവർ സ്വന്തം പാർട്ടിയിലെ വർഗീയവാദികളെയും അഴിമതിക്കാരെയും പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ്? ഗൃഹസന്ദർശന വേളയിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ നേതാക്കൾ ഓടിയൊളിക്കുന്ന കാഴ്ചയായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത്. പിണറായി സർക്കാരും CPM-ഉം ഇന്ന് നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഓരോ പ്രതിയും CPM-ന്റെ തടലിലാണ് വളർത്തുന്നതെന്ന സത്യം കേരളത്തിലെ ജനങ്ങൾ മുഴുവനായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സത്യം മൂടിവെക്കാൻ എത്ര സമരങ്ങൾ നടത്തിയാലും എത്ര ജാഥകൾ സംഘടിപ്പിച്ചാലും ജനഹിതം CPM-നെതിരാണ്. വിശ്വാസികളെയും സാധാരണക്കാരെയും ഒരുപോലെ വഞ്ചിച്ച ഒരു സർക്കാരിന് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും സ്ഥാനം. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 2 വർഷത്തെ ഭരണം കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അഴിമതി പരമ്പരകളുടെ ചരിത്രമാണ്. ഓരോ മാസം കൂടുമ്പോഴും പുതിയ പുതിയ അഴിമതി കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് സാധാരണയായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ നികുതിപ്പണവും ദരിദ്രന്റെ അന്നവും ഭക്തന്റെ വഴിപാടും വരെ കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടമായി ഇത് മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട 2 ഭരണമാണ് ഈ കഴിഞ്ഞത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മാത്രം പുറത്തു വന്ന അഴിമതികൾ പറയാം. റോഡ് സുരക്ഷയുടെ പേരിൽ കേരളത്തിലെ റോഡുകളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വലിയ കമ്മീഷൻ ഇടപാടുകളിൽ ഒന്നായിരുന്നു. 232 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ 100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കൾക്ക് ബന്ധമുള്ള കമ്പനികൾക്കാണ് ഉപകരാറുകൾ നൽകിയതെന്ന വിവരം പുറത്തു വന്നതോടെ ഇത് ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള കൊള്ളയാണെന്ന് വ്യക്തമായി. വെറും 60 കോടി രൂപയ്ക്ക് തീർക്കാവുന്ന പദ്ധതിയെ ഇരട്ടിയിലധികം തുകയാക്കി മാറ്റി ജനങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. ഇന്റർനെറ്റ് ഒരു മൗലികാവകാശമാക്കുമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച K-Phone പദ്ധതി ഇന്ന് അഴിമതിയുടെ ആഴക്കടലിലാണ്. AI ക്യാമറ അഴിമതിയിൽ പങ്കാളിയായ അതേ കമ്പനികൾ തന്നെയാണ് K-Phoneലും പണം തട്ടാൻ മുന്നിൽ നിന്നത്. ടെൻഡർ തുകയേക്കാൾ 520 കോടി രൂപ അധികം അനുവദിച്ചതിലൂടെ ഖജനാവിന് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. സൗജന്യ ഇന്റർനെറ്റ് എന്ന വാഗ്ദാനം എങ്ങും എത്തിയിട്ടില്ലെങ്കിലും നേതാക്കളുടെ പോക്കറ്റുകൾ നിറഞ്ഞു എന്നതാണ് വാസ്തവം. പാവപ്പെട്ടവന്റെ അധ്വാന ഫലം സൂക്ഷിച്ചു വെച്ച സഹകരണ ബാങ്കുകളെ CPM നേതാക്കൾ ചേർന്ന് കൊള്ളയടിച്ചതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ 300 കോടി രൂപയുടെ തട്ടിപ്പിൽ മുൻ മന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള പ്രമുഖതയിൽ CPM നേതാക്കൾ ഇന്ന് അന്വേഷണ നിഴലിലാണ്. പാർട്ടി ഫണ്ടിലേക്കും നേതാക്കളുടെ ആഡംബര ജീവിതത്തിനുമായി പാവപ്പെട്ടവരുടെ നിക്ഷേപം വകമാറ്റിയത് വഴി എത്രയോ കുടുംബങ്ങളാണ് ആത്മഹത്യയുടെ വക്കിലെത്തിയത്. പാവപ്പെട്ടവർക്ക് വീട് നൽകാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും കോടികളുടെ കോഴ വാങ്ങിയ സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ M ശിവശങ്കരൻ ജയിലിൽ കിടന്നത് ഈ അഴിമതിയുടെ പേരിലാണ്. വീട് നിർമ്മാണത്തിനായുള്ള വിദേശ സഹായത്തിൽ നിന്ന് പോലും വിഹിതം പറ്റിയ നേതാക്കൾ കേരളത്തിന്റെ മനസാക്ഷിയെയാണ് മുറിപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വലിയ പാപമായി ഭക്തർ കരുതുന്നു. 1000 കോടി രൂപയുടെ വരെ ഇടപാടുകൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് മൊഴികൾ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന, ദുരുപയോഗം ചെയ്യുന്ന CPM നയത്തെയാണ്. അയ്യപ്പന്റെ സ്വർണം പോലും സുരക്ഷിതമല്ലാത്തൊരു ഭരണം കേരളത്തിൽ നടക്കുന്നു എന്നത് ഓരോ ഭക്തന്റെയും ഉറക്കം കെടുത്തുന്നു. ഇത്തരത്തിൽ അഴിമതിയുടെ ഒരു വലിയ മല തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. വികസനത്തിന്റെ പേരിൽ കോടികൾ കടമെടുത്ത് കേരളത്തെ തകർക്കുകയും ആ പണം നേതാക്കൾ വീതം വെച്ചെടുക്കുകയും ചെയ്യുന്ന ഈ രീതി ഇനി അനുവദിക്കാനാകുമോ? ജനുവരിയിലെ ഗൃഹസന്ദർശനത്തിന് നേതാക്കൾ വരുമ്പോൾ ഈ അഴിമതി കഥകൾക്ക് മറുപടി നൽകാൻ അവർ വിയർക്കും. പിണറായി സർക്കാരിന്റെ ഈ കൊള്ളക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.